ഉണ്ണീശോയിൽ സ്നേഹം നിറഞ്ഞവരെ, രക്ഷകൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മറിയം എന്ന ഗോവണിയിലൂടെയാണ്. മിസ്റ്റർ ലൂയിസ് ദി മോൺഫോർട്ടിന്റെ മനോഹരമായ വാക്കുകളാണിത്. ദൈവപിതാവ് നമുക്ക് തന്ന സമ്മാനമാണ് ഈശോ. ഈ ഈശോയെ നമുക്ക് തരാൻ ദൈവം കണ്ടെത്തിയ വ്യക്തിയാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ മറിയത്തെ പോലെ തൻ്റെ അടുത്ത് വരുന്നവർക്ക് ഒരുപാട് സമ്മാനം തന്ന ക്രിസ്മസ് മമ്മിയെക്കുറിച്ച് നമുക്ക് കേൾക്കാം. റഷ്യയിൽ ക്രിസ്മസ് മമ്മിയെക്കുറിച്ച് ഒരു കഥയുണ്ട്. പണ്ട് റഷ്യയിൽ ഒരു കുഗ്രാമത്തിൽ മുത്തശ്ശി താമസിച്ചിരുന്നു. കുഞ്ഞുങ്ങളോട് അവർക്ക് എന്തെന്നില്ലാത്ത സ്നേഹമായിരുന്നു. നടന്നു നീങ്ങുമ്പോൾ മുത്തശ്ശിയുടെ തോളിൽ ഒരു ഭാണ്ഡം തൂങ്ങിയാടുന്നത് കാണാം. അതിൽ നിറയെ പലവിധ സമ്മാനങ്ങളാണ്. യാത്രക്കിടയിൽ വഴിയോരത്ത് കാണുന്ന കുട്ടികൾക്കെല്ലാം മുത്തശ്ശി കൈ നിറയെ സമ്മാനങ്ങൾ നൽകും. മുത്തശ്ശിയുടെ നിഴലാട്ടം കണ്ടാൽ ചക്കയുടെ മണം മറിഞ്ഞ് ഈച്ചകളെ പോലെ 4 പാടുകളിൽ നിന്ന് കുട്ടികൾ ഓടിക്കൂടും. ഒരിക്കൽ ഒരു ഡിസംബർ മാസം രാത്രിയിൽ എവിടെയും മരക്കൊച്ചുന്ന തണുപ്പിൽ മുത്തശ്ശി മൂടി പുതച്ച് ഉറങ്ങുകയായിരുന്നു. പെട്ടെന്നായിരുന്നു വാതിൽ ഒരു മുട്ട് കേട്ടത്. ശല്യങ്ങൾ ഉറങ്ങാനും സമ്മതിക്കില്ലല്ലോ. ഈ പാതി നേരത്താണ് കിന്നാരം പറയാൻ വന്നിരിക്കുന്നത്. മുത്തശ്ശി എഴുന്നേറ്റ് പിറുപിറുത്തോണ്ട് വാതിൽ തുറന്ന് അപ്പോൾ കണ്ടതോ പൂ പോലെയുള്ള നീല വെളിച്ചത്തിൽ 3 പേർ നിൽക്കുന്നു. അവരുടെ തലയിൽ മിന്നുന്ന കിരീടവുമുണ്ട്. ആരാണവോ മുത്തശ്ശിയുടെ കയ്യിലിരിക്കുന്ന വിളക്ക് ഉയർത്തി മുഖത്തേക്ക് നോക്കുന്നു. മുത്തശ്ശി, ഞങ്ങൾ ബെത്ലഹേമിലേക്ക് പോകുന്ന കിഴക്കു നിന്നുള്ള രാജാക്കന്മാരാണ്. അവിടെ എന്താണ് വിശേഷം? അവിടെ ഏതോ കാലിത്തൊഴുത്തിൽ ഒരു കുഞ്ഞുണ്ണി പിറന്നിട്ടുണ്ട്. അവനെ കാണാനും കൈവണങ്ങാനും ആ തൃപ്പാദത്തിൽ സഹായം അർപ്പിക്കാനുമാണ് ഞങ്ങൾ പോകുന്നത്. മുത്തശ്ശി ഞങ്ങളോടൊപ്പം പോരുന്നുവോ? ഉണ്ണീശോനെ കാണാൻ അവസരം ലഭിക്കുമ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് പുറപ്പെടാം. ഇന്നും റഷ്യയിൽ കുട്ടികൾ ക്രിസ്മസ് മമ്മി എത്തുമെന്ന് കരുതാറുണ്ട്. കാലത്തിനെതിരെ ആളുകൾ ഈ മുത്തശ്ശിയെ ക്രിസ്മസ് മമ്മി എന്ന് വിളിക്കാൻ തുടങ്ങി. പരിശുദ്ധ മറിയത്തെ പോലെ ക്രിസ്മസ് മമ്മിയെ പോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ പങ്കുചേർന്ന് നമുക്ക് അവരെ സഹായിക്കാം. അങ്ങനെ ഉണ്ണീശോയെ നമുക്കെല്ലാവർക്കും നൽകാം. സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.